എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കല്ല, ഒരു വർഷക്കാലത്തെ അശ്വതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഈ ചിങ്ങം മുതൽ അടുത്ത, അതായത് 2025 ചിങ്ങം വരെയുള്ള നിങ്ങളുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം 2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫുൾഫിൽമെന്റ്, ഡിലൈറ്റ്, ഡിറ്റർമിനേഷൻ, സറണ്ടർ, നർച്ചർ, ഇന്നസെൻസ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാലങ്ങളായിട്ട് കാത്തിരുന്നിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണെന്ന് പറയാം. ഈ ഒരു വർഷം പൂർണ്ണത കൈവരിക്കുന്ന, നിങ്ങൾ പൂർണ്ണത അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പൂർണ്ണത കൈവരിക്കുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. ഒത്തിരി സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാവും. അതേപോലെ ആത്മീയമായിട്ടുള്ള പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റും അവേക്കനിങ്ങും ഒക്കെ ഉണ്ടാകാൻ സാധ്യത, മറ്റൊരു തലത്തിലേക്ക്, ആത്മീയതയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ കാണുന്നുണ്ട്. പലരും വിദേശ പര്യടനങ്ങളൊക്കെ നടത്തുന്നു. ഇപ്പോൾ പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ വിദേശത്തുള്ളവരാണെങ്കിൽ മക്കള് വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം, വിദേശ പര്യടനങ്ങളൊക്കെ നടത്താനുള്ള ഒരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു വർഷത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന്, ഷോർട്ട് കട്ട് ഒന്നും, അതായത് കുറുക്കുവഴി ഒന്നും തെരഞ്ഞെടുക്കാതിരിക്കുക ഒരു കാര്യത്തിലും. കാരണം കുറുക്കുവഴിയിലൂടെ ഒന്നും സാധ്യമാക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് കഠിന അധ്വാനത്തിലൂടെയാണ് വിജയ സാധ്യത. അപ്പോൾ കുരുട്ട് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് മറ്റ് ഷോർട്ട് കട്ടിലൂടെയൊക്കെ പലതും നേടാനായിട്ടുള്ള ശ്രമം നടത്തുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ അത് ഈ ഒരു വർഷത്തിൽ വില പോവില്ല. അതായത് വർക്ക് ചെയ്താൽ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ഫലം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ചെയ്തു തീർക്കാനുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ ചെയ്തു തീർക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും വൈകിക്കിടന്ന്, അതായത് പൂർത്തിയാക്കാതെ കിടന്ന്, കാലങ്ങളായിട്ട് പൂർത്തിയാക്കാതെ കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വർഷം പൊതുവെ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ കുറെ നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട്. ഇതുവരെ അത് പൂർത്തിയാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ പലതും പൂർത്തിയാക്കുന്ന ഒരു ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു വർഷമാണ്. പല പല കാര്യങ്ങളിലും മാറ്റങ്ങൾ, ഗവൺമെന്റ് തലത്തിൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല മാറ്റങ്ങളാണ്. പക്ഷേ അതെടുത്ത് പറയുന്നു, കുറുക്കുവഴി ഒന്നും നടക്കില്ല. അപ്പോൾ വ്യക്തമായിട്ട് പണിയെടുത്ത് ശീലമില്ലാത്ത ആളുകളാണെങ്കിൽ പണിയെടുക്കേണ്ടി വരും. പക്ഷേ അതിനുള്ള ഫലം, അതേസമയം തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും വ്യക്തമായിട്ടുള്ള ആത്മാർത്ഥതയോട് കൂടിയിട്ട് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു വർഷവുമായിരിക്കും ഈ ഒരു വർഷം എന്ന് തന്നെ പറയാം. ഒത്തിരി മക്കളെ കൊണ്ട് ഗുണമുണ്ടാകുന്ന വർഷമാണെന്ന് പറയാം. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് വളരെ നല്ല സമയമാണ് ഈ പറഞ്ഞ പോലെ. അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികളില്ലാത്തവര്, ഒത്തിരി നേർച്ചയും കാഴ്ചയൊക്കെ വെച്ചിട്ട് കുട്ടികൾ ഉണ്ടാവാത്തവർക്കൊക്കെ ഒരു സന്തോഷ വാർത്ത, പ്രഗ്നൻസി, ഗർഭം ധരിക്കാനുള്ള ഒരു അവസരം ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ അടുത്തിടയ്ക്ക് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ, ഒരു 10, 35, 40 വയസ്സായിട്ടുള്ളവരാണെങ്കിലും പ്രഗ്നൻസി സാധ്യതയുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് നല്ലൊരു ശുഭസൂചനയാണ് ഈ ഒരു മാസം കൊണ്ടുതരുന്ന ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ശരീരം ശ്രദ്ധിക്കുക. ശരീരം ഒന്ന് ചെറിയ രീതിയിൽ ശ്രദ്ധിക്കുക. കൊച്ചു കൊച്ചു എക്സസൈസസോ, നടക്കാൻ പോവുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മതിയാകും. വലിയ ഭക്ഷണം, അമിതമായിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. ശാരീരികമായിട്ട് വളരെ നല്ല, ഹെൽത്ത് വൈസ് നല്ലൊരു സമയമാണ് ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് ഈ ഒരു വർഷം നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ്.
കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അതായത് കുട്ടി ഉണ്ടാകുന്നു, അതേപോലെ ഇപ്പോൾ 28 മാമോദീസ് അതുപോലുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ വളർച്ചയൊക്കെ കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വർഷത്തിൽ. അതേപോലെ തന്നെ സ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിയിലാണ്, അപ്പോൾ ആ ജോലിയിലാണെങ്കിൽ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അങ്ങനെ മാറി മാറി പോകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ കുട്ടികളുടെ പഠിത്തം, മറ്റു കാര്യങ്ങൾ, സ്ഥിരമായിട്ട് ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. മാറി 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 വാടക വീട്ടിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടുന്നു. അപ്പോൾ പ്രൈവറ്റ് ജോലിയിലുള്ള ഒരാളാണ് ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ജോലിക്കുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള നല്ല നല്ല ഫലങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ പൊതുവിൽ കുടുംബത്തിൽ വീട്ടിൽ ഒരു സ്ഥിരത അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയാം. അപ്പോൾ വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയാം. എന്തുകൊണ്ടും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അനാവശ്യമായി അല്ലെങ്കിൽ ചില ചീത്ത ദുസ്വഭാവങ്ങളൊക്കെ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം, ഈ ഒരു വർഷത്തിലെന്ന് പറയാം. ശാരീരികമായിട്ടും മാനസികമായിട്ടും അസുഖങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് പൊതുവെ ഈ ഒരു വർഷത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഒരു സമാധാനത്തോടു കൂടിയിട്ടുള്ളൊരു ജീവിതം, ശാരീരികമായിട്ടുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ ഒരു നല്ലൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം എന്ന് പറയാവുന്ന ഒരു സമയമാണ്. പിന്നെ പൊതുവിൽ ഒത്തിരി വർക്കഹോളിക് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഒത്തിരി നിങ്ങൾ ജോലി സംബന്ധമായിട്ട് ഒത്തിരി തിരക്കുകൾ അല്ലെങ്കിൽ അമിതമായിട്ട് ഒത്തിരി ജോലി സംബന്ധമായിട്ട് ഒത്തിരി കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നവരാണ്, അല്ലെങ്കിൽ ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഒരിടത്ത് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും ഒത്തിരി സ്ട്രെസ് ഉള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാസാവസാനം സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്നവർ മാസാവസാനമാകുമ്പോൾ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സ്ട്രെസ് കുറവുള്ളൊരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം. നിങ്ങൾ ചെയ്യുന്ന ജോലി അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെസ് ഒക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വലിയൊരു സ്ട്രെസ് ഒന്നും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നില്ല. കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ജോലി സംബന്ധമായിട്ട് പറയുന്ന വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വർഷം അത്രയും പൊതുവിൽ നാട്ടിൽ തന്നെയാണ് നല്ലൊരു സാഹചര്യം സൂചിപ്പിക്കുന്നത്. വിദേശത്തേക്ക് പോകുന്ന മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഡിലേസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഈ പറയുന്ന തടസ്സങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ആ ഒരു മുന്നോട്ടേക്കുള്ള ഒരു പോകാനുള്ള പലപ്പോഴും ആ ഒരു ചില തടസ്സങ്ങൾ വരുന്നത് നമ്മുടെ നന്മയ്ക്കാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മികച്ചതായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നാട്ടിലുണ്ടാകുന്നതായിരിക്കാം ആ ഒരു തടസ്സത്തിന് കാരണം എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ വിദേശത്ത് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള കാര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഒരേ ലെവലിലായിരിക്കില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്രഹനിലയും ജാതകവും ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, കുടുംബ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്വന്തം ആരോഗ്യം നോക്കുക. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ എപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതോടൊപ്പം സ്വന്തം കാര്യം കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. കലാപരമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കലാപരമായിട്ടുള്ള കഴിവുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് മൂലം ആ മേഖലയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ആ മേഖലയിൽ നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടാലന്റ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഏത് കലാപരമായിട്ടുള്ള മേഖലയിലാണോ ഉള്ളത് അതിൽ കൂടുതൽ അറിവ് നേടാനും ഒക്കെ ശ്രമിക്കുക. പ്രാക്ടീസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു മാസം പൊതുവെ അല്ലെങ്കിൽ ഈ ഒരു വർഷം പൊതുവെ നല്ലൊരു വർഷമാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ മറ്റ് അയൽവാസികളൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഒക്കെ ഉള്ളതൊക്കെ
പലതും അങ്ങനെയുള്ളതൊക്കെ ഒഴിവായി പോകുന്നുണ്ട്. കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഉള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ നാട്ടിൽ തിരിച്ചു വന്നിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും വിദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങൾ ശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരു അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നോക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.